കോഡിംഗ് എന്ന് പറയുന്നത് ഒരു നിമിഷം വളരെ റിവാർഡിംഗ് ആയിട്ട് തോന്നുന്നതും എന്നാൽ അടുത്ത നിമിഷം വളരെ ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ട് തോന്നുന്നതാണ്. നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അത്തരം ഇമോഷൻസിൻ്റെ റോളർ കോസ്റ്ററിൽ നിങ്ങളും പോയിട്ടുണ്ടാകും. നിങ്ങൾ ചിലപ്പോൾ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ മണിക്കൂറോളം ഇരുന്ന് അതിനേക്കാൾ വലിയ കൺഫ്യൂഷനിലാക്കി മനസ്സിലാക്കി വെച്ച് പകുതി വഴിക്ക് വെച്ച് നിർത്തിപ്പോയിരിക്കാം. അതും അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിച്ച് പകുതി വഴിക്ക് ചേർത്തിയിട്ട് അടുത്ത പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ് എളുപ്പം എന്ന് എഴുതി അങ്ങോട്ട് പോയിരിക്കാം. ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങളൊക്കെ ഞാനും കാണിച്ചിട്ടുണ്ട്. കോഡിംഗ് പഠിച്ച് തുടങ്ങിയ ദിവസങ്ങളിൽ എനിക്കും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. മണിക്കൂറോളം ട്യൂട്ടോറിയൽ കണ്ടും ഫോറംസിലൂടെ ആർട്ടിക്കിൾസ് വായിച്ച് പല കോഡ് കണ്ടത് ടൈപ്പ് ചെയ്യാൻ ശ്രമിച്ചും വേറെ ഒരുപാട് കാര്യങ്ങൾ കോഡിംഗ് പഠിച്ചിട്ട് ചെയ്യാൻ ശ്രമിച്ചെന്നുണ്ടെങ്കിലും എല്ലാം ഏറ്റവും അവസാനം എൻ്റെ ഇത് കൺഫ്യൂഷൻസിലാണ്. അതുമാത്രമല്ല കുഞ്ഞു കോഡ് എഴുതാൻ പറ്റുമെന്നല്ലാതെ ഒരു എൻ്റയർ പ്രോഗ്രാം എഴുതാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസ് എനിക്കില്ലായിരുന്നു. പക്ഷേ ഓവർ ടൈം ഞാൻ എൻ്റെ കോഡിംഗ് ജേണിയിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി, എൻ്റെ പാറ്റേൺസ് ഐഡൻറ്റിഫൈ ചെയ്തു. അതിലൂടെ എനിക്ക് മനസ്സിലായി ഞാൻ കോഡിങ്ങിനല്ല, ഞാൻ കോഡിങ്ങിനെ അപ്രോച്ച് ചെയ്യുന്ന രീതിയിലാണ് വ്യത്യാസം വരുത്തേണ്ടതെന്നുള്ളത്. അത്തരത്തിൽ കുഞ്ഞു വ്യത്യാസങ്ങൾ എടുത്തപ്പോൾ എനിക്ക് കോഡിംഗ് മനസ്സിലാകാൻ തുടങ്ങി. കോഡിംഗ് പഠനത്തിനിടയിൽ ഞാൻ പഠിച്ച കുറച്ച് കാര്യങ്ങളിൽ കാരണം എൻ്റെ മൈൻഡ് സെറ്റും കോഡിങ്ങിനുള്ള അപ്രോച്ചും ഒക്കെ ചേഞ്ചായി. ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ കോഡിംഗ് ജേണിയിലിടയിൽ ഞാൻ പഠിച്ച എൻ്റെ കീ ലേണിങ്സ് ആണ് പറയാൻ വേണ്ടി പോകുന്നത്. കോഡിംഗ് പഠിക്കണം എന്ന് ആഗ്രഹമുള്ള ഏതൊരു വ്യക്തിയും ഈ വീഡിയോ ഒരിക്കലും മിസ്സാവരുത്. മൾട്ടിപ്പിൾ ടൈംസ് കാണണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. നിങ്ങളൊരു പേനയും പേപ്പറും എടുത്തുകൊണ്ട് വരിക. കാരണം ഈ ഒരു അപ്രോച്ച് വ്യത്യാസം വന്നതിലൂടെ എനിക്ക് കോഡിംഗ് പഠനം ബോറിങ്ങിൽ നിന്ന് വളരെ എക്സൈറ്റ്മെൻറ്റും ഒക്കെ ആയി തുടങ്ങി. സോ ഡോണ്ട് മിസ് ദിസ് വീഡിയോ. ഈ ചാനൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് സാഹിർ. ഈ ചാനൽ നമ്മൾ ഡേറ്റ സയൻസ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഡേറ്റ അനലിറ്റിക്സ്, ബിസിനസ് അനലിറ്റിക്സ്, ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ്, മേൺ സ്റ്റാക്ക്, സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഫൈനാൻസ്, അക്കൗണ്ടിംഗ് തുടങ്ങിയ വീഡിയോയിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത്. എഡ്യൂ ലേണിംഗിൻ്റെ എയിമിൻ്റെ ഫ്രഷേഴ്സ് ആയിട്ടുള്ള ഒരു കരിയർ ഗ്യാപ്പ് എന്നവർക്കും ഒരു IT കരിയർ എനേബിൾ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളും ഒരു IT കരിയർ നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ 1000ഓളം കുട്ടികളെ കോൺഫിഡൻ്റ് ആയിട്ട് പ്ലേസ് ചെയ്യിപ്പിച്ചു എന്നുള്ള കോൺഫിഡൻസിൽ എനിക്ക് പറയാൻ പറ്റും. You are at the right place and you can connect with us at 974621123. എൻ്റെ കോഡിംഗ് ജേണിയിൽ ആദ്യമായിട്ട് പഠിച്ച പാഠമാണ് ഫോക്കസ് ഓൺ തിങ്. നിങ്ങൾക്ക് ഈ ലെസൺ വളരെ സിമ്പിളായിട്ട് തോന്നാം, പക്ഷേ ഇത് ഫോളോ ചെയ്യാൻ വളരെ പാടാണ്. ഞാൻ ആദ്യം കോഡിംഗ് പഠിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് ഒട്ടും കോൺഫിഡൻസ് എന്നെക്കൊണ്ട് പഠിക്കാൻ പറ്റുമെന്നുള്ള എനിക്കറിയത്തില്ലായിരുന്നു. കൂടാതെ ഒരുപാട് കൺഫ്യൂഷൻസും ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഒരു കാര്യം ഉറപ്പായിരുന്നു, കോഡിംഗ് പഠിച്ചു കഴിഞ്ഞാൽ കോഡിംഗ് എന്നൊരു സ്കില്ല് നേടിക്കഴിഞ്ഞാൽ എനിക്ക് നല്ലൊരു കരിയർ കെട്ടിപ്പടുക്കാൻ പറ്റുമെന്നുള്ളതും അതിൻ്റെ റിവാർഡ് വളരെ വലുതുമായിരിക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. സോ നിങ്ങളും ആദ്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ എന്തും ചെയ്യാമെന്നും എത്ര കഷ്ടപ്പെടാനും തയ്യാറാണ് എന്നുള്ളൊരു മൈൻഡ് സെറ്റ് വരുത്തുകയാണ്. ഫോക്കസ് ഓൺ തിങ് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചതല്ല. നമ്മൾ പലപ്പോഴും എൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനൊരു കോഴ്സിൽ സ്റ്റക്ക് ആകുമ്പോൾ വേറൊരു കോഴ്സിലോട്ട് പോകും, അത് സ്റ്റക്ക് ആകുമ്പോൾ വേറൊരു കോഴ്സിലോട്ട് പോകും. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഓരോ കോഴ്സ് കഴിയുന്നവരും ബെറ്റർ ആകുന്നതിനൊരു കൺഫ്യൂഷൻസ് കൂടുക മാത്രമായിരുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ പ്രധാന കാരണമായിട്ട് എനിക്ക് തോന്നിയത് എങ്ങനെയെങ്കിലും കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമായിരുന്നു എൻ്റെ ഒരേ ഒരു ഗോൾ. അല്ലാതെ ഏതെങ്കിലും ഒരു സ്കില്ല് നേടണമെന്നോ അല്ലെങ്കിൽ ആ കോഴ്സിൽ നിന്ന് ഒരു കാര്യം എന്തെങ്കിലും ഇൻഡെപ്തായിട്ട് മനസ്സിലാക്കണമെന്നോ ആയിരുന്നില്ല. പിന്നീടാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്, ഇറ്റ്സ് നോട്ട് അബൌട്ട് ഹൗ മച്ച് യു ലേൺ ബട്ട് ഹൗ വെൽ യു ലേൺ എന്നുള്ള കാര്യം. ഈ ഒരു ചിന്ത വന്നപ്പം തന്നെ എൻ്റെ മൈൻഡ് സെറ്റ് ഫുള്ള് ചേഞ്ച് ആയി. കോഴ്സ് പ്രൊവൈഡിങ് പ്ലാറ്റ്ഫോംസായ കോഴ്സറയിലും ഉഡമിയിലും വേറെ ഒട്ടനവധി പ്ലാറ്റ്ഫോംസിലൊക്കെ തൗസൻഡ്സ് ഓഫ് കോഴ്സസ് ആണ് ഇന്ന് നിലവിൽ ഉള്ളത്. ഇതിൽ നിന്ന് ഏത് കോഴ്സാണ് റൈറ്റായിട്ട് ഉള്ളതെന്ന് തിരഞ്ഞെടുക്കാൻ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് തോന്നാം, അതുമല്ലെങ്കിൽ ഇമ്പോസിബിളായിട്ട് തോന്നാം. പക്ഷേ ഈ സാഹചര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അതിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുക. ആ കോഴ്സ് പെർഫെക്റ്റ് കോഴ്സ് ആകണം എന്ന് പോലും ഇല്ല. എന്താണ് മോർ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോഴ്സിലെ ഒരു കൺസെപ്റ്റെങ്കിലും എത്ര നല്ലതുപോലെ പഠിച്ചു എന്നുള്ളതാണ്. ഹൗ വെൽ യു ലേൺ എ സിംഗിൾ കൺസെപ്റ്റ് ഫ്രം ദാറ്റ് കോഴ്സ്. മിനിമം ഒരു സിംഗിൾ കൺസെപ്റ്റെങ്കിലും നമുക്കൊരു കോഴ്സിൽ നിന്ന് കൃത്യമായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അത് ഒരിക്കൽ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കത് പഠിക്കാൻ പറ്റത്തില്ല. എൻ്റെ ഒരു പേഴ്സണൽ സജഷനിൽ ഒരു 3 to 4 ടൈംസാണ് ഞാൻ വീഡിയോ ട്യൂട്ടോറിയൽ കണ്ടാൽ ഞാൻ പഠിച്ചത്. അപ്പോൾ എനിക്കൊരു 3 to 4 ടൈംസ് കാണുമ്പോഴാണ്, അത് കണ്ട് ഞാൻ അതിൽ നിന്ന് നോട്ട് പ്രിപ്പയർ ചെയ്യുമ്പോഴാണ് എനിക്കൊരു കൺസെപ്റ്റ് മനസ്സിലായത്. എനിക്ക് തോന്നുന്നു ആവറേജ് എല്ലാ കുട്ടികൾക്കും ഒരു 3 to 4 ടൈംസ് ഒരു വീഡിയോ കണ്ട് അതിൽ നിന്ന് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരു കൺസെപ്റ്റ് ഇത്ര കോംപ്ലക്സ് ആയിട്ടുള്ള ഡിഫിക്കൽട്ടുള്ള കൺസെപ്റ്റ് മനസ്സിലാവും എന്നുള്ളത് നിങ്ങൾക്ക് ആ സ്ട്രാറ്റജി വേണമെങ്കിൽ അഡാപ്റ്റ് ചെയ്ത് നോക്കാം. ഒരു കോഴ്സ് മാത്രം തിരഞ്ഞെടുക്കുന്നത് എനിക്ക് ഏറ്റവും ഗുണമായിട്ട് തോന്നിയത് നമ്മൾ ആ കോഴ്സുള്ള കൺസെപ്റ്റ്സ് മാത്രമേ മനസ്സിലാക്കത്തുള്ളൂ. തുടക്കത്തിലൊക്കെ നമുക്ക് അതിൽ ഡിഫറെൻറ്റ് വേർഡ്സ് ലൈക്ക് വേരിയബിൾസ് എന്നോ ഡേറ്റ ടൈപ്സ് എന്നോ ക്ലാസ് എന്നോ ഫംഗ്ഷൻസോ കേൾക്കുമ്പോൾ സ്ട്രെയിഞ്ച് ആയിട്ട് തോന്നാം. പക്ഷേ നമുക്കത് കേട്ട് പരിചയം വരുമ്പോൾ നമുക്ക് ആ കൺസെപ്റ്റ് മനസ്സിലാവും, നമുക്കത് ഫെമിലിയർ ആവും, നമുക്ക് കോഡിങ്ങിനുള്ള പേടി മാറുകയും ചെയ്യും. സോ ദ കീ ലെസൺ വിച്ച് ഐ ലേൺ ദ ഹാർഡ് വേ ഈസ് ഏതെങ്കിലും ഒരു കോഴ്സ് എടുക്കുക, അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് പറയാനുള്ളത് ലേൺ ബൈ ഡൂയിങ് ആണ്. ഞാൻ കോഡിങ് അപ്രോച്ച് ചെയ്യുന്ന വിധം തന്നെ മാറ്റിമറിച്ചത് ഈ ഒരു ലേണിംഗ് ആണ്. ഞാൻ ആദ്യമൊക്കെ ഏത് കോഡ് കണ്ടാലും അത് എളുപ്പമാണ്, എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞ് ഒന്ന് വായിച്ചു നോക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ചെറിയ ഡേറ്റ ടൈപ്സിൻ്റെയോ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സോ കൺസെപ്റ്റ് കണ്ടു കഴിഞ്ഞാൽ എനിക്കത് ചെയ്യാൻ പറ്റുന്നതാണെന്ന് കോഡ് വായിച്ചു പോകുമായിരുന്നു.
പക്ഷേ ഒരു തവണ ഞാൻ റിയലൈസ് ചെയ്തു അതൊന്ന് ചെയ്ത് നോക്കണമെന്നുള്ളത്. അത് ചെയ്തു തുടങ്ങിയപ്പോഴാണ് എനിക്കതിൻ്റെ ലോജിക്ക് മനസ്സിലാകാൻ തുടങ്ങിയത്. ഞാൻ പിന്നെ ചെയ്തതെന്ന് പറഞ്ഞാൽ ഏത് കോഡ് കണ്ടാലും എനിക്ക് അറിയാത്ത കൺസെപ്റ്റ് ആണെങ്കിൽ കൂടി ഞാനത് ടൈപ്പ് ചെയ്ത് തുടങ്ങി. അതിപ്പോൾ എവിടെ നിന്ന് ഏത് കോഡ് കണ്ടാലും അതിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇന്ന പ്രോഗ്രാമാണ്, ഇന്ന കോഡാണ്, ഇന്ന പ്രോഗ്രാം ഇന്ന പ്രൊജക്റ്റിനുള്ളതാണ്, ഇന്ന പ്രോബ്ലത്തിനുള്ളതാണെന്നൊന്നും ഞാൻ ചിന്തിച്ചില്ല. എന്ത് കണ്ടാലും അത് ടൈപ്പ് ചെയ്ത് തുടങ്ങി. അത് നോട്ട് എഴുതി വയ്ക്കും, പിന്നീടാണ് ടൈപ്പ് ചെയ്ത് തുടങ്ങുന്നത്. ആദ്യമൊക്കെ ഞാൻ ചെയ്യുന്നതിൽ ഫുൾ എനിക്ക് എററായിരുന്നു. പക്ഷേ പതുക്കെ ഞാൻ എറർ മാറ്റാൻ പഠിച്ചു. എന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഓരോ എറർ വരുന്നതെന്നും എനിക്ക് മനസ്സിലായി തുടങ്ങി. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ എൻ്റെ കോൺഫിഡൻസും പഠിക്കാനുള്ള ഇൻട്രസ്റ്റും ഒക്കെ ഓട്ടോമാറ്റിക്കലി ഇമ്പ്രൂവ് ആയി. ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്, അവർ മണിക്കൂറോളം യൂട്യൂബ് വീഡിയോ കാണാനും ആർട്ടിക്കിൾസ് വായിക്കാനും ഒക്കെ ചിലവഴിക്കാറുണ്ട്. പക്ഷേ അവരോട് ഈ മണിക്കൂറോളം സമയം സ്പെൻഡ് ചെയ്തിട്ടും എന്താണ് അവർക്ക് കിട്ടിയ ഔട്ട്പുട്ട്, അല്ലെങ്കിൽ ഒരു സിംഗിൾ ലൈൻ ഓഫ് കോഡെങ്കിലും കാണിക്കാൻ പറഞ്ഞാൽ അവർക്ക് ഔട്ട്പുട്ടായിട്ട് കാണിക്കാൻ ഒന്നും ഇല്ലയെന്ന് തന്നെ വേണം പറയാൻ. കോഡിങ് സ്വന്തമായിട്ട് ചെയ്യുമ്പോഴാണ് റിയൽ ലേണിംഗ് ഉണ്ടാകുന്നത്, റിയൽ പ്രോഗ്രസ് ഉണ്ടാകുന്നത്. നമ്മൾ കാണുന്ന എല്ലാ കോഡും ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അതിൽ എറേഴ്സ് വരും, അത് സോൾവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇങ്ങനെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് സ്കില്ല് ഡെവലപ്പ് ആവുകയുള്ളൂ. സോ ഞാൻ സജസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കറൻ്റ്ലി അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ പ്രൊജക്ട്സ് ഡെഫിനറ്റ്ലി യൂട്യൂബിൽ ഒട്ടനവധി പ്രൊജക്ട്സ് അവൈലബിൾ ആണ്. അപ്പോൾ അതിലേതെങ്കിലും ഒരു കുഞ്ഞൻ പ്രോഗ്രാമെങ്കിലും അല്ലെങ്കിൽ പ്രൊജക്റ്റെങ്കിലും എടുത്തിട്ട് നിങ്ങൾ അത് നോക്കി ടൈപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ആദ്യം ഒരു നോട്ട്ബുക്കിൽ എഴുതി വയ്ക്കുക, രണ്ടാമത് അത് നോക്കി ടൈപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഡെഫിനറ്റ്ലി ഒരുപാട് എറേഴ്സ് വരും. പക്ഷേ എനിക്ക് ഒരു കാര്യം ഉറപ്പുവരാൻ പറ്റും, നിങ്ങൾ അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ മൾട്ടിപ്പിൾ ട്യൂട്ടോറിയൽസ് കണ്ട് പഠിക്കുന്നതിനേക്കാൾ ഉപരി കൺസെപ്റ്റ്സുകൾ നിങ്ങൾക്ക് മനസ്സിലാവുകയും നിങ്ങൾക്ക് ലൈഫിൽ ബെനിഫിറ്റ് ഉണ്ടാവുകയും ചെയ്യും. സോ പെർഫെക്റ്റ് മൊമെൻറ്റിനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിലും വിഷമിക്കേണ്ട, നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ലെന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട. ബട്ട് ഒരു കാര്യം ഉറപ്പും, കോഡിംഗ് എന്ന സ്കില്ല് 21ാം നൂറ്റാണ്ടിലെ ഏറ്റവും മികച്ച സ്കില്ലാണ്. കോഡിംഗ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ജോബ് കിട്ടുമെന്നുള്ള, കരിയർ കെട്ടിപ്പടുക്കാൻ, നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ ലൈഫ് സെറ്റിൽ ആവുന്നുള്ള ഒരു ഡൗട്ടും വേണ്ട. മൂന്നാമതായിട്ട് ഞാൻ പഠിച്ച കാര്യമാണ് പ്രോഗ്രാം നോട്ട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഈ ലെസൺ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പം കൺഫ്യൂഷൻ ഉണ്ടാകാം. ഞാൻ ആദ്യം മനസ്സിലാക്കിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ കോഡിങ്ങിൽ മാസ്റ്റർ ആകുമെന്നുള്ളതാണ്. പക്ഷേ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ല, പ്രോഗ്രാമിംഗ് ലോജിക്കിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്നുള്ളത്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടറായിട്ട് ഐഡിയ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടൂള് മാത്രമാണ്. ഒരു പുതിയ ലാംഗ്വേജിൻ്റെ ഗ്രാമർ പഠിക്കും പോലെ ഡെഫിനറ്റ്ലി അത് ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ അതിനേക്കാൾ ഒക്കെ ഇമ്പോർട്ടൻറ്റ് പ്രോഗ്രാമിംഗ് ലോജിക്കും പ്രോബ്ലം സോൾവിങ് സ്കില്ലും പ്രോഗ്രാമിങ്ങിൻ്റെ ബേസിക് കൺസെപ്റ്റ്സ് ഒക്കെ ഇൻഡെപ്തായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. നിങ്ങൾ സിൻടാക്സും പ്രോഗ്രാംസും ഒക്കെ കാണാതെയാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് ഒരു കാലത്തും കോഡിംഗ് പഠിക്കാൻ കഴിയത്തില്ല. ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങൾ ലാർജസ്റ്റ് ഓഫ് 3 നമ്പേഴ്സ് കണ്ടുപഠിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കരുതുക. ഈ പ്രോഗ്രാം ചെയ്യുന്നതിൻ്റെ സിൻടാക്സ് ജാവയിലും ജാവാസ്ക്രിപ്റ്റ് പൈത്തണിലൊക്കെ ഡെഫിനറ്റ്ലി ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷേ അണ്ടർലൈങ് ലോജിക്ക് എല്ലാ കേസിലും സെയിം ആണ്. സോ കോഡിംഗ് പഠിക്കുന്നതിൻ്റെ കീ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതാണ്. സോ എനിക്ക് പറയാനുള്ളത്, എങ്ങനെ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നിങ്ങളൊരു പ്രോഗ്രാം സോൾവ് ചെയ്യുന്നു എന്നുള്ളത് കാണാതെ പഠിക്കാതെ നിങ്ങൾ അതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു ലാംഗ്വേജിൽ നിന്നും വേറൊരു ലാംഗ്വേജിലോട്ട് പഠിച്ചെടുക്കാൻ വളരെ ഈസി ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ടോപ്പ് ടെക് കമ്പനീസൊക്കെ ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടാണ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിലുപരി എങ്ങനെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നു എന്നതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സോ കോഡിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ അഡ്വൈസ് എന്ന് പറയുന്നത് ഫോക്കസ് ഓൺ ഹൗ ടു പ്രോഗ്രാം എന്നതിലാണ്. എങ്ങനെ ലൂപ്പ് വർക്ക് ചെയ്യുന്നു, കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നു, ക്ലാസ് എങ്ങനെ വർക്ക് ചെയ്യുന്നു, ക്ലാസ് ഏത് സിറ്റുവേഷനിൽ ഉപയോഗിക്കണം, ഫംഗ്ഷൻസ് ൻ്റെ ഗുണം എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീപ്പായിട്ട് മനസ്സിലാക്കുക. ഇനി പറയാൻ പോകുന്നത് കോഡിംഗ് ജേർണിക്കിടയിൽ നിങ്ങളെ ഒരുപാട് സഹായിക്കുകയാണ്, നിങ്ങൾക്ക് ഒരുപാട് സമയം സേവ് ചെയ്യാൻ പറ്റിത്തരുന്നൊരു ടിപ്പാണ്. നമ്മൾ പലരും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കാൻ തിരഞ്ഞെടുക്കുന്നത് ആരെങ്കിലും പറഞ്ഞത് കേട്ടതോ അല്ലെങ്കിൽ ഫ്രണ്ട്സ് സജസ്റ്റ് ചെയ്തോ ഒക്കെ വെച്ചിട്ടായിരിക്കും. ചിലർ പറയും പൈത്തൺ ആണ് മോസ്റ്റ് പോപ്പുലർ ലാംഗ്വേജ്, ചിലർ പറയും ജാവാസ്ക്രിപ്റ്റ് ആണ് മോസ്റ്റ് പോപ്പുലർ ലാംഗ്വേജ് എന്നുള്ളത്. ആരൊക്കെ എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് സജസ്റ്റ് ചെയ്താലും നിങ്ങൾക്ക് മാത്രമേ നിങ്ങളുടെ കരിയർ ഗോൾ എന്താണെന്ന് അറിയത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ കരിയർ ഗോൾ എന്താണ്, ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ ആ കരിയർ ഗോൾ എത്തിപ്പെടാൻ പറ്റും, ഏതൊക്കെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിച്ചാൽ ഏതൊക്കെ ജോബ് റോളിൽ കിട്ടാൻ പറ്റും, അതിൻ്റെ കരിയർ സ്കോപ്പ് എന്താണ്, അതിൻ്റെ ഫ്യൂച്ചർ സ്കോപ്പ് എന്താണ്, ഏതൊക്കെ കമ്പനിയിൽ വേക്കൻസി ഉണ്ടാകും എന്നുള്ള കാര്യങ്ങളൊക്കെ റിസർച്ച് ചെയ്യുക. വൺസ് റിസർച്ച് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അതിനുവേണ്ടി ഒരു റോഡ് മാപ്പ് തിരഞ്ഞെടുക്കുക. റോഡ് മാപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലേണിംഗ് പ്ലാനായിട്ട് വേണമെങ്കിൽ നമുക്ക് കരുതാം. എഡ്യൂർ ലേണിംഗിൽ ഒട്ടനവധി ജോബ് റോളുണ്ട്. ഡേറ്റാ സയൻസിൻ്റെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും ഡേറ്റ അനലിറ്റിക്സിൻ്റെയും ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റിൻ്റെയും ഫ്രണ്ട് എൻഡ് ഡെവലപ്മെൻറ്റിൻ്റെയും ഒക്കെ റോഡ് മാപ്പ് അവൈലബിൾ ആണ്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നത്, നിങ്ങൾക്ക് അത് കണ്ട് പഠിക്കാം, മനസ്സിലാക്കാം എങ്ങനെ പഠിക്കണമെന്നും എന്ത് പഠിക്കണമെന്നും ഏതൊക്കെ കമ്പനിയിലാണ് വേക്കൻസീസ് ഉള്ളതെന്നൊക്കെ. അഥവാ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ജോബ് റോളിന് പറ്റിയ റോഡ് മാപ്പ് ഇല്ലെന്നുണ്ടെങ്കിൽ യു ക്യാൻ കമൻറ്റ് ബിലോ. അതിനുള്ള വീഡിയോ ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യുന്നതാണ്. ഒരു റോഡ് മാപ്പ് ഉണ്ടെങ്കിൽ നമുക്കൊരു ഡെസ്റ്റിനേഷൻ കൃത്യമായിട്ട് അറിയാം, നമുക്ക് ക്ലാരിറ്റി കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ആ റോഡ് മാപ്പിൻ്റെ ഓരോ ടോപ്പിക്ക് കവർ ചെയ്യുന്നതോളം നമ്മുടെ മോട്ടിവേഷൻ കൂടും,
നമ്മുടെ കോൺഫിഡൻസ് ബിൽഡപ്പ് ആവും. കൂടാതെ നിങ്ങൾ കരിയർ ഗോളിലേക്ക് അടുക്കുന്നുള്ള ചിന്തയും വരും. സോ എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്ന് ആരെങ്കിലും പറയുന്നത് കേൾക്കാതെ നിങ്ങളുടെ കരിയർ ഗോൾ എന്താണെന്ന് മനസ്സിലാക്കി മാത്രം പഠിക്കുക. അതാണ് 4th ടിപ്പ്. ആൻഡ് 5th ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടിപ്പാണ് ബി റെഡി ടു ഫെയിൽ. നമുക്ക് ആർക്കും ഇഷ്ടമില്ലാത്ത ഒന്നാണ് ഫെയിലിയർ എന്ന് പറയുന്നത്. ഫെയിലിയറിനെ കുറിച്ച് സംസാരിക്കാൻ ആർക്കും ഇഷ്ടമുണ്ടാകില്ല. നമുക്ക് ഭയങ്കര അൺകംഫർട്ടബിളും ഫ്രസ്ട്രേറ്റിംഗ് ഒക്കെ ആയിട്ട് തോന്നാം. പക്ഷേ കോഡിങ്ങിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഫെയിലിയർ ഒരിക്കലും ഒഴിച്ചുകൂടാനാകാത്ത ഒരു ഘടകമാണ്. ആരൊക്കെ കോഡിംഗ് പഠിച്ചിട്ടുണ്ടോ അവർക്ക് എല്ലാവർക്കും എറർ വന്നിട്ടുണ്ടാവും. നിങ്ങൾ കോഡിംഗ് പഠിച്ചു തുടങ്ങുന്ന സമയത്ത് ഒരു കുഞ്ഞു പ്രോബ്ലം സോൾവ് ചെയ്യാൻ ചിലപ്പോൾ മണിക്കൂറുള്ള ഒരു സിംഗിൾ എറർ വെച്ച് നിങ്ങൾക്ക് ഇരിക്കേണ്ടി വരും. ഇവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ നിർത്തിപ്പോകാൻ തോന്നും. പക്ഷേ ഓരോ റോഡ് ബ്ലോക്കിലും നിങ്ങൾ അറിയാതെ നിങ്ങൾ ഓരോ പ്രോബ്ലം ഡീപ്പറായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. നമ്മളിന്ന് കാണുന്ന ലോകത്തിലെ മികച്ച കോഡേഴ്സ് എല്ലാം പല ഘട്ടത്തിലും ഫെയിലിയർ എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ളവരാണെന്നുള്ളത് എനിക്ക് ഉറപ്പായിട്ടും പറയാൻ കഴിയും. അവരന്ന് ആ തോൽവിയിൽ നിന്ന് പാഠം പഠിച്ച് ആ എറർ സോൾവ് ചെയ്യാൻ പേഷ്യൻസ് കാണിച്ചുകൊണ്ടാണ് ഇന്ന് ഇവിടെ എത്തി നിൽക്കുന്നത്. എൻ്റെ കോഡിംഗ് ജേർണിയിൽ ഞാൻ പഠിച്ച ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമാണ് എല്ലാ റോഡ് ബ്ലോക്സിനും ഫെയിലിയേഴ്സിനും ഒടുവിലാണ് ദിവസങ്ങളോളം സോൾവ് ചെയ്യാൻ പറ്റാത്ത ബഗ്സൊക്കെ ആയിട്ട് ഞാൻ ഒരുപാട് തവണ ഇരുന്നിട്ടുണ്ട്. അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റാത്ത കൺസെപ്റ്റ്സ് ആയിട്ട് വെച്ച് ദിവസങ്ങളോളം ഇരുന്നിട്ടുണ്ട്. പകുതി വഴിക്ക് വെച്ച് സ്റ്റക്കായി പോയി ഒട്ടനവധി പ്രൊജക്ട്സ് ഉണ്ട്. ഈ എക്സ്പീരിയൻസിലെല്ലാം ഞാൻ ഓരോ പുതിയ കാര്യം പഠിക്കുകയും ഞാനൊരു ബെറ്റർ പ്രോഗ്രാമർ ആവുകയും ചെയ്യുകയാണ് ചെയ്തത്. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഗീവ് അപ്പ് ചെയ്യാതെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഫെയിലിയർ എന്ന് പറയുന്നത് ലേണിംഗ് ജേർണിയിൽ ഒരു നാച്ചുറൽ പ്രോസസ്സാണ് എന്നുള്ളതാണ്. സോ ഓരോ ബഗ്ഗിലും ഓരോ എററിലും നിങ്ങളുടെ സ്റ്റെപ്പിംഗ് സ്റ്റോണായിട്ട് കാണുക. നിങ്ങൾ പുതിയ കാര്യം പഠിച്ചു എന്നുള്ളത് മനസ്സിലാക്കുക. പുതിയ കാര്യം പഠിക്കാനുള്ള അവസരമാണെന്ന് മനസ്സിലാക്കുക. പുതിയ കൺസെപ്റ്റ് ഡീപ്പായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള അവസരമാണെന്ന് മനസ്സിലാക്കുക. അത് സോൾവ് ചെയ്യുക, മുന്നോട്ട് പോവുക. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പഠിച്ച എൻ്റെ കോഡിംഗ് ജേർണിയിൽ പഠിച്ച 5 കാര്യങ്ങളായിട്ട് എനിക്ക് പറയാനുള്ളത്. സോ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ കോഡിംഗ് ജേർണിയിൽ മാറ്റിമറിച്ച 5 കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അത് നിങ്ങളുടെ കോഡിംഗ് ജേർണിയിലും നിങ്ങളുടെ കരിയറിലും ഒരുപാട് ഗുണം വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഇന്ന് പഠിച്ച കാര്യങ്ങൾ നമുക്ക് റീക്യാപ്പ് ചെയ്യാം. ഫോക്കസ് ഓൺ വൺ കോഴ്സ് അല്ലെങ്കിൽ ഫോക്കസ് ഓൺ വൺ തിങ്. ലേൺ ബൈ ഡൂയിങ്. കാര്യങ്ങൾ ചെയ്ത് മാത്രം പഠിക്കുക. പ്രോഗ്രാമിലാണ് കോൺസെൻട്രേറ്റ് അല്ലാതെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലല്ല കോൺസെൻട്രേറ്റ് ചെയ്ത്. റിസർച്ച് ചെയ്യുക. നിങ്ങളുടെ കരിയർ ഗോള് അലൈൻ ആവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ തിരഞ്ഞെടുക്കുക. ആൻഡ് 5th വൺ, എന്തായിരുന്നാലും ഫെയിലിയർ ഉണ്ടാവും. ആ ഫെയിലിയറിൽ ഒരിക്കലും ഗീവ് അപ്പ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ കോഡിംഗ് ജേർണിയിലുള്ള എക്സ്പീരിയൻസും നിങ്ങൾ ഫേസ് ചെയ്ത ചലഞ്ചസും ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അത് കോഡിംഗ് പഠിക്കുന്നവർക്കും ഇനി കോഡിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ പ്രചോദനമാവും. സോ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കോഡിംഗ് ഈസ് എ ജേർണി, ഇറ്റ്സ് നോട്ട് എ ഡെസ്റ്റിനേഷൻ. കീപ് ലേണിംഗ്, കീപ് എക്സ്പെരിമെൻറ്റിംഗ്, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി കീപ് കോഡിംഗ്. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി. താങ്ക് യു.